നല്ല നാടൻ രീതിയിലുള്ള തേങ്ങ അരച്ച ഒരു തക്കാളിക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കണേ. ഊണിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. നന്നായിട്ട് പഴുത്ത 4 തക്കാളി കനം കുറച്ച് അരിയണം. ഒരു വലിയ സവോളയും തീരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഒരു മൺചട്ടിയിലേക്ക് തക്കാളി അരിഞ്ഞതും സവോളയും ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം എരിവിനാവശ്യമായ പച്ചമുളക് കീറിയിടാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ഒന്നെങ്കിൽ നല്ല കാന്താരി അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ എരിവുള്ള പച്ചമുളക് കീറിയിട്ടാലും മതി. മുളകിൻ്റെ എരിവുണ്ടെങ്കിൽ ഈ കറിക്ക് നല്ല രുചി കിട്ടുകയുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം. അരപ്പിന് വേണ്ടി ഒരു മുറി തേങ്ങയും ഒരു നുള്ളു ജീരകവും നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ അരച്ച സമയത്ത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്താണ് അരച്ചിരിക്കുന്നത്. അരപ്പ് തക്കാളിയിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. ഒത്തിരി നേരം തിളയ്ക്കണ്ട. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ ആ ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി തിളച്ച് വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം. അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില പച്ചക്കിടുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി കടുക് വറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. താങ്ക്